വല ഇപ്പൊ ഒന്ന് മാറ്റി പിടിച്ചേട്ടാ. നമ്മൾ ഇന്നലെ വല ഇട്ടത് മാന്തല് പണിയായിരുന്നു. ഇപ്പൊ നമ്മള് മറ്റയാണ് മറ്റയുടെ പണിയാണ്. ഞങ്ങള് വല ഒന്ന് മാറ്റി പിടിച്ചു. മാന്തല് ഇപ്പൊ നമുക്ക് 2 ദിവസമായിട്ട് ഒന്നും കിട്ടില്ല. മറ്റേ വലിയ പറ്റിയൊന്നും അല്ല, ഇടത്തരം പറ്റിയാണ് കിട്ടുന്നത്. ഞങ്ങള് മാന്തലിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് വല നീട്ടിട്ടേ നമ്മുടെ പണി ശരിയാകുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നലെ വലയൊന്ന് മാറ്റിയിട്ടതാണ്. ഉള്ള കൂരി എല്ലാം കൂടെ കൊണ്ടു കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങളിത് പഴിക്കുന്നില്ല. കാര്യം അങ്ങനെ കൊണ്ട് കാര്യമില്ല. ഈ വറ്റ അധികം ഞണ്ടുണ്ട്. കിടക്കണം അതോ പിന്നെ രണ്ടെടുത്തേക്കാം. കിടക്കണം നല്ല കുരുങ്ങാൻ കാണും. പിന്നെ എന്നാ അവനെ പിടിച്ചിറക്കും. കൂരി 2-3 ഉണ്ടല്ലോ. ഞണ്ട് ഈ വലയൊക്കെ ഉള്ളതാണ് വല മൊത്തം കീറി പോണത്. ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വല മൊത്തം അലമ്പും. ഈ വലയെ നമുക്കിനി പൊക്കിയിട്ട് ഈ കല്ല് ഇച്ചിരി കിഴക്കോട്ട് വെക്കണം. വന്നിട്ടൊന്ന് വളച്ചിട്ടേക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. അമ്മമാര് വലയിട്ട് തീർന്നതാ കൊച്ചുകൂട്ട്. ആ വല കേട്ടോ ഉറച്ചെൻ്റെ വലയാണെങ്കിൽ മര നമ്മൾ വന്നിട്ടപ്പോ വലയുണ്ട്. റോബാച്ചി കൊച്ചുകൂട്ടിനെ നമ്മുടെ വല വലിച്ച് വെച്ച് കൊച്ചുകൂട്ടിനെ തള്ളി വിട്ടു. റോബാച്ചി ഉണ്ടോ? റോബാച്ചി വല വലിച്ച് വെച്ചു. വല വലിച്ചതിന് തള്ളി വിട്ടതാണ്. നമ്മുടെ ഈ പൊന്ത് പണിക്കാരൊക്കെ വരുന്നതാണ് ഈ കാണുന്നത്. ഓരോ പൊട്ട് പോലെ കാണുന്നത് എല്ലാം പൊന്ത് പണിക്കാര്. 2 പേര് കരയിലൊക്കെ വന്നു. അവിടെ കരക്ക് വീശുന്നുണ്ട്. ഒരു വറ്റ ഇപ്പൊ കിട്ടി. പൊന്തപ്പ നല്ല മോശമാണെന്ന് തോന്നുന്നു കേട്ടാ. പൊന്തപ്പ മോശമാണെന്ന് തോന്നും. മീനിപ്പോ കുറവായിരിക്കും. കാര്യം നമ്മള് വെളുപ്പിന് 4 മണിയപ്പോ വലയൊന്ന് പൊക്കിയതായിരുന്നു. അതെന്താണ് അതിപ്പോ കൊണ്ടുപോയി മാന്തലുണ്ടോ ഭർത്താവിന്? മാന്തലുണ്ട്. അടുത്തതിനാ മറ്റേ വല എടുത്ത് നീട്ടുമല്ലേ മാന്തല് വല. നമ്മളാ മറ്റേ വല എടുത്ത് അങ്ങനെ വായിച്ചിട്ടല്ലേ. അത് ഒറ്റ വന്നിട്ടുണ്ട്. പിന്നെയും വന്നു. ശരിക്കും നമ്മള് കംപ്ലീറ്റ് കറക്റ്റ് കൊണ്ട മീനെല്ലാം നമ്മൾ അഴിച്ചെടുത്തായിരുന്നു. അപ്പൊ അത് കറക്റ്റായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. വീഡിയോ എടുക്കാൻ രാത്രിയായിരുന്നു. അതായത് നമ്മള് വെളുപ്പിന് 4 മണിക്കാണ് മീൻ അഴിച്ചെടുത്തത്. അപ്പൊ ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ സമയം 6 മണി ആയതേ ഉള്ളൂ. 2 മണിക്കൂർ ഗ്യാപ്പിൽ പിന്നെയും നമ്മൾ വല വന്ന് പൊക്കുവാണ്. അത് നമ്മൾ വല വലിച്ച് കയറ്റി കൊണ്ടുപോകണമെന്നില്ല. വല ഇവിടെ തന്നെ നീക്കിയിട്ടേക്കുവാണ്. ഉള്ള മീൻ അഴിച്ചെടുക്കും. നമുക്ക് ഇന്നലെ ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു. മീനെല്ലാം അല്ലേ നമ്മൾ രാവിലെ എടുക്കാതിരുന്നത്. ഒരു വറ്റ തിരിക്കണം. കായ് കണ്ട കായ് ഇത് ഇന്നലെ കൊണ്ട് കണ്ട് കാണത്തെ പോയപ്പോ ജീവനുണ്ടോ? നമ്മൾ 4 മണിക്ക് പൊക്കിയതിന് ശേഷം കൊണ്ടുപോകും. അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. അവർക്ക് വീശാൻ നിൽക്കണോ? വീശുകാരുണ്ട്. അവർ ഈ വറ്റക്ക് തന്നെ വീശുക. വല വീശാൻ വേണേ. ഇതാണ് നമ്മൾ പറഞ്ഞ ഇളമീൻ. ഇളമീന് വേണ്ടി നമ്മൾ കൂടുതലും വല ഇടണത്. അപൂർവമായിട്ട് വല അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, മീൻ വല ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കിട്ടിയില്ല. ഇന്നലെ ഇതിനകത്തൊരു ഇതുപോലെ സൈസിൽ ഒരെണ്ണം കിട്ടിയായിരുന്നു. മീൻ ഇതല്ല, വലുതാണ് ശരിക്കും കിട്ടേണ്ടത്. ചെറുതാണ് ചെറിയ
ഉള്ളുവല കൂട്ടിപ്പോക്ക് ഇളമീനെ കൊണ്ടെങ്കിൽ അറിയത്തുള്ളൂ. കുറിച്ചിയും കൂരിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എടുക്കുന്നുള്ളൂ. ഇപ്പം അതിനുള്ള സമയമില്ല. അത് തന്നെ വറ്റ കൊണ്ട് പെട്ടെന്ന് വറ്റ. നമ്മുടെ കാറിൽ ഫസ്റ്റ് പൊങ്ങ പിടിച്ചു മാമച്ചൻ വന്നു. മാമച്ചൻ അപ്പോൾ അതിലാണെങ്കിൽ ഈ തുഴ കൊടുത്തിട്ട് ആ തുഴ മേടിക്കാം അല്ലേ. നമ്മൾ കരക്കിന്ന് ആരുടെയോ ഒരു തുഴയെ എടുത്തോണ്ടാണ് കേട്ടോ തുഴഞ്ഞു പോകുന്നേക്കണം. തുഴ ആരുടെയാന്ന് പോലും ഞാൻ കറിഞ്ഞൂട്ട. അതുകൊണ്ട് മടവലക്കും കുഴപ്പമുണ്ട്. കുഴപ്പമില്ലാത്തൊരു പണി നമുക്ക് ഇപ്പൊ ഇന്നൊരു അല്ലേ. മീൻ നമ്മൾ വെളുപ്പിനെ അഴിച്ച് വെച്ച് നോക്കുമ്പോൾ മീൻ കുറവാണ്. ഇതിപ്പോ കൊണ്ടുവന്ന സൗണ്ടാണ്, പ്രത്യേക സൗണ്ടായിരുന്നു. അയ്യോ അല്ല സൗണ്ട് കിട്ടിക്കാണത്. വലയൊക്കെ കീറി നമ്മുടെ ഒരു മനി ആയത് കൊണ്ട് കിടക്കുന്ന നമ്മുടെ ഈ ഒരു സമയം ഈ മീൻ കൊള്ളുന്ന സമയമാണെന്ന് തോന്നുന്നത്. ഇത് അവിടെ ഉണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് താറാവിൻ്റെ സൗണ്ട് പോലെയാണല്ലേ. താറാവ് വെച്ചെടുത്ത പോലെയല്ലേ. ചെമ്മിങ്ങളാണ്. അതെ ഉണ്ട് സൗണ്ട് കേട്ടാൽ നമ്മൾ ഇന്നലെ മൊത്തം വല പൊക്കാൻ നിന്നെങ്കിൽ മീനൊക്കെ അസറായിട്ട് കൊള്ളുന്നുണ്ട് ഭയങ്കര. മടവരെ നമുക്ക് ഇളമീനൊക്കെ ഒന്ന് അടിക്കൊണ്ട് വരുന്ന അറിയത്തില്ല കേട്ടോ. അല്ല മടാമൊക്കെ ഒന്നോടാണ് പൊക്ക. ഒരു ചെമ്മീൻ കിടച്ചു. ചെമ്മീൻ കൊള്ളും. ഒറ്റല്ലാണത് മറ്റേ തലയൊക്കെ പോയി ചെമ്മീൻ കാണാനുള്ളതോ? ആ അവിടെ രണ്ട് പടച്ചു കൂട്ടോ. നല്ല സൗണ്ട് ഒന്ന് ക്ലിയർ ചേ തീരാറല്ലേ. ഇത് ഫ്രഷ് പറ്റും. ഞണ്ടുണ്ടായിരുന്നല്ലോ. കാലഞ്ഞുണ്ട്. അവിടെ രണ്ട് കാലം കൊണ്ട് ഒടിച്ചെടുക്കും. അത് നമുക്ക് ഇച്ചിരി പെട്ടെന്ന് കഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാലക്കാട്ട് ഒരു കാലം ഉള്ളു, ഒരു കാലം കാണുന്നുണ്ട്. കാലം ഞണ്ടില്ല. കാലം നേരത്തെ പോയെന്ന് തോന്നുന്നു. മോശമാണ്. പറ്റയാണ്
താടി മോളെ പോലെ കാണുന്നില്ല. അന്ന് മാന്തലുണ്ടായി. വേണ്ട താഴെ പോകാനൊക്കെ ഒരു ശ്രമം നടന്നില്ല. വല പറഞ്ഞു അന്ന് പൊക്കിയത് ഇപ്പൊ മട എത്തി. മട ഇവിടെ പൊട്ടിക്കണം. വറ്റ കുറിച്ചാണോ? അല്ല അവിടെ എന്താണ് ആ വലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കിടന്നു. ഈ ഫോൺ കൊണ്ട് വെച്ചിട്ട് വരാം. വെളുപ്പിന് വേറെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ വല പൊക്കാൻ വന്നപ്പോഴേ വല പൊക്കി അഴിച്ചു തുടങ്ങിയപ്പോ തന്നെ പറ്റേ വന്നൊരു കടൽപ്പന്നി മറിഞ്ഞ് ഒരു ചീറ്റി. വലിവിന്റെ അപ്പൊ തന്നെ മുങ്ങിക്കളാം. ഓ ഞണ്ട് വരുന്നു. കുറെ കാലമായിട്ടായി ഞണ്ട് മാറിപ്പോയതായിരുന്നു. എൻ്റെ ഇവിടെ കാലഞ്ഞാണ് ഇവനില്ലായിരുന്നു. ഇവിടെ സാധാ ഞണ്ടായിരുന്നു കിട്ടിക്കൊണ്ട്. ഇതിന് മാംസമുണ്ട്, നല്ലപോലെ അടിപൊളി മാംസമൊക്കെ ഉള്ള സൂപ്പർ ഞണ്ട്. ഈ ഇളമീന് ഇത് നല്ല ഡിമാൻഡാണ്. ഇതിനെന്താ പ്രത്യേകം നല്ല ടേസ്റ്റ് എന്താ? നല്ല വിലയാണ്. നല്ല വിലയാണ്. കിട്ടുമെങ്കിൽ ഇതൊരു 3-4 കിട്ടിയാണ്. 2 കിട്ടിയാണ്. വറുക്കല്ലേ? ഇത് വറുത്ത് കഴിക്കണം. വറുത്ത് നല്ല മുളകി വെക്കണമല്ലേ? എന്തല്ലേ കറി വെച്ചാലോ വറുത്താലൊക്കെ ഇളമീൻ നല്ല ടേസ്റ്റ്. നമ്മൾ വലയൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയും. വല വലുതാണ്.